അപ്പൊ നമുക്ക് നമ്മള് പാർട്ട് 2 പുസ്തകം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്ന ഓർക്കുന്നുണ്ടോ നിങ്ങളാ? മലയാളത്തിലെ കേരള പാഠാവലിയിലെ ഭാഗം 2 അവസാനത്തെ യൂണിറ്റാ. ആ യൂണിറ്റിന്റെ പേരെന്താണെന്നറിയോ നിങ്ങൾക്ക്? തുടി താളം തേടി. കേട്ടിട്ടുണ്ടോ? തുടി. എന്താ തുടി? ഇരുതല തുടിയുണ്ട്, പല രീതിയിലുള്ള തുടിയുണ്ട്. തുടി ശരിക്കും ഒരു വാദ്യോപകരണം. നമ്മൾ ഇതിൽ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നല്ലേ? കണ്ടില്ലേ നിങ്ങള്? ആ തുടിയുടെ ശബ്ദം ഏറെക്കുറെ ഇങ്ങനെ ശബ്ദം ഉണ്ടാകുന്ന ഒരു സാധന കണ്ടിട്ടുണ്ടോ? അമ്പലത്തിലൊക്കെ ഇടക്ക നിങ്ങൾ കേട്ട് കാണും അല്ലെ? ഇടക്കയുടെ ശബ്ദമൊക്കെ അതിന്റെ മറ്റൊരു പ്രത്യേകതരം ശബ്ദം ഉണ്ടാക്കുന്ന ഒന്നാണ് തുടി. ഈ തുടി എന്ന് പറയുന്നത് പണ്ട് കാലത്തുള്ള നാടൻ പാട്ടൊക്കെ പാടിയിരുന്ന ഒരു സമുദായത്തിന്റെ അല്ലെങ്കിൽ ഒരു ജനവിഭാഗത്തിന്റെ വാദ്യോപകരണമാണ് തുടി. പുരാതന കാലത്തെ ഒരു വാദ്യോപകരണ. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള കവിതകളും കഥകളും ഒക്കെ തന്നെ ഒരു പഴയ സംസ്കാരത്തെ കുറിച്ചുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആവണം ഇതിന് തുടിതാളം എന്ന പേര് കൊടുത്തത് അല്ലേ? നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിന് മാരത്തോണൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ ആ തുടിയുടെ ശബ്ദം നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരും കേട്ടോ. അപ്പൊ നമുക്ക് തുടിതാളം തേടി എന്ന് പറയുന്ന യൂണിറ്റാണ് എടുക്കാനുള്ളത്. ആ യൂണിറ്റ് എടുക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ഈ യൂണിറ്റ് നമുക്ക് മുമ്പിൽ ചർച്ച ചെയ്യുന്നത് നോക്കാം. നമ്മുടെ മുമ്പിൽ ഏതൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്? തുടിതാളം തേടി ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത ഒരു പാഠം കൂടിയുണ്ട് അല്ലെ? ആ പാഠം എന്താണെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ആ പാഠത്തെക്കുറിച്ച് നമ്മൾ വളരെ ചുരുക്കി പറയുള്ളൂ. കാരണം നിങ്ങൾക്കറിയാം ആ പാഠം എന്നുള്ളത്. ഇവിടെ നമ്മുടെ മാതാവ് കൈരളി പണ്ടൊരു പൊന്മണി പൈതലായി വാണകാലം എന്ന് തുടങ്ങുന്ന ആ യൂണിറ്റ് അല്ലെ, മാതൃഭാഷയുടെ മഹത്വത്തെ കുറിച്ച് പറയുന്ന യൂണിറ്റാണ്. ആ യൂണിറ്റില് നിങ്ങൾക്കറിയാം, ഞാൻ കൂടുതൽ പറയുന്നില്ല. അമ്പാടിയിലേക്ക് എന്ന കവിത നമ്മൾ കണ്ടതാണ് അല്ലെ? എന്തൊക്കെയായിരുന്നു? നമ്മുടെ മാതാവ് ആദ്യം അല്ലെ തുടിതാളം തേടി എന്നുള്ളതിൽ വള്ളത്തോളുടെ കവിത എന്താ ചർച്ച ചെയ്തത് നമ്മൾ കണ്ടതാ അല്ലേ? എന്തായിരുന്നു? നമ്മുടെ അമ്മയായ മാതൃഭാഷയുടെ കുട്ടിക്കാലത്തുണ്ടായ പാട്ടുകളാണ് നാടൻ പാട്ടുകൾ. ആ നാടൻ പാട്ടുകൾ ഇന്നും നമ്മൾക്ക് ചെവിക്ക് കുളിരേകുന്നതാണ്, നമ്മുടെ ചെവിക്ക് ഇമ്പമേകുന്നതാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ഭാഗമാണ് നമ്മൾ കണ്ടത്. നമ്മുടെ മാതാവ് കൈരളി പണ്ടൊരു പൊന്മണി പൈതലായി വാണകാലം യാതൊരു ചിന്തയുമില്ലാതെ ചേതസി അല്ലെ, കേവലം ചേതസി തോന്നിയ മാതിരിയിൽ. ആ വരികൾ നമ്മൾ കണ്ടതാ അല്ലേ? എന്തായിരുന്നോ? നാടൻ പാട്ടിന്റെ ഉത്ഭവത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തതാ ആണല്ലോ. അങ്ങനെ വരുമ്പോൾ ആ താളം, അതിലെ താളം നമ്മൾ ഇന്നലെ കണ്ടിരുന്നോ? ആ താളത്തിലുള്ള ഒരു കവിതയാണ് അമ്പാടിയിലേക്ക് എന്ന് പറയുന്നത്. കൃഷ്ണനെ കാണാനായി പോകുന്ന അക്രൂരന്റെ മാനസിക ഭാവങ്ങളാണ് ആ കവിതയിലുടനീളം ഉണ്ടായിരുന്നത് അല്ലേ? അങ്ങനെ കൃഷ്ണനെ കാണാൻ പോകുന്ന അക്രൂരന്റെ മനോവിചാരങ്ങള്, കൃഷ്ണൻ തന്നെ നോക്കുമോ? കൃഷ്ണൻ എന്നോട് സംസാരിക്കുമോ? കൃഷ്ണൻ തന്നെ നോക്കി പുഞ്ചിരിക്കുമോ? കൃഷ്ണന്റെ മനോഹരമായ ശരീരം കണ്ടുകൊണ്ട് ആനന്ദിക്കാൻ എനിക്ക് കഴിയുമോ? കൃഷ്ണന്റെ പുഞ്ചിരിയാകുന്ന നിലാവേറ്റ് എൻ്റെ ഹൃദയമാകുന്ന ആമ്പൽ വിരിയുമോ? എന്നൊക്കെയുള്ള ചിന്തകളിലൂടെ കടന്നുപോയ ഒരു പാഠം അല്ലേ? അതിനുശേഷം അമ്പാടിയിൽ വൈകുന്നേരം എത്തുന്ന അക്രൂരന്റെ ഭാവങ്ങൾ കാൽപാദം കണ്ട സമയത്ത് അവിടെ കിടന്ന് മണ്ണിൽ കിടന്ന് വീണുരുണ്ടുകൊണ്ട് ഭക്തിയുടെ അങ്ങേ തലയിലേക്ക് നിൽക്കുന്ന അക്രൂരനെ നമ്മൾ കണ്ടു. അതിനുശേഷം അമ്പാടിയിലെ ചില കേൾവികളിലെ പശുവിനെ കറക്കുന്നതും അങ്ങനെയുള്ള ചില ശബ്ദങ്ങളും കേൾക്കുന്നു. അതാണ് ശരിക്കും അമ്പാടിയിലേക്ക്. ഇനി അതിലെ അടുത്ത പാഠത്തിന്റെ പേരെന്താണ്? തേൻവരിക്കയാണ്. തേൻവരിക്ക. എന്താ തേൻവരിക്ക മുന്നോട്ട് വെക്കുന്നത്? ഒരു പക്ഷേ കൊറോണ കാലത്തായിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ പാഠം കുറച്ചുകൂടെ ശ്രദ്ധിച്ചതേനെ. എന്തുകൊണ്ടാ കൊറോണ കാലമായിരുന്നെങ്കിൽ അല്ലേ? കൊറോണ കാലമാ പെണ്ണെ സൂക്ഷിച്ചിടണം അല്ലേ, വീട്ടിൽ നിന്നും ഇറങ്ങുന്ന നേരത്ത് സൂക്ഷിച്ചിടണം. പണ്ട് കൊറോണയ്ക്ക് വന്നൊരു പാട്ടായിരുന്നു അതാ. ഏതാ? മണിച്ചേട്ടന്റെ പാവാട പ്രായമ പെണ്ണെ സൂക്ഷിച്ചിടണം. ആ പാട്ടിന് പാരഡിയായിട്ടാ
അതുപോലെ കൊറോണ കാലത്ത് നമ്മളൊക്കെ വീട്ടിലിരുന്ന സമയത്ത് തേൻ വരിക്ക മുന്നോട്ട് വെക്കുന്ന ആശയം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പകർത്തി കാണിച്ചു. ചക്ക വിഭവമായി ഓരോ വീടുകളിലെയും ചക്കക്കുരു കൊണ്ട് വ്യത്യസ്തങ്ങളായ വിഭവങ്ങൾ ഉണ്ടാക്കാൻ മലയാളി പഠിച്ചു. എന്തിനാ? ചക്കക്കുരു കൊണ്ട് ജ്യൂസ് അടിക്കാൻ വരെ മലയാളി പഠിച്ചു. അങ്ങനെയുള്ള ചക്കയും ചക്ക വിഭവങ്ങളും മരവും ഒരു ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് തേൻവരിക്ക മുന്നോട്ട് വെക്കുന്നത്. അത് നാരായൺ എന്ന് പറയുന്ന എഴുത്തുകാരനാണ്. നാരായണന്റെ കൃതികളുടെ പ്രത്യേകത എന്താണെന്നറിയോ? നാട്ടുവിഭവങ്ങളും നാടൻ വിഭവങ്ങളും ഒക്കെ തൻ്റെ കഥയ്ക്ക് ഇഷ്ട വിഷയമാക്കുന്ന എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കഥയുടെ പേര് പനംകുറുക്കും താളുകറിയുന്ന. ആരെങ്കിലും താളുകറി കൂട്ടി ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? താളിനൊരു ചൊറിയൊക്കെ വരാനുണ്ട്. ആ താളുകറിയുടെയും പനംകുറുക്ക്, പനങ്കഞ്ഞി, പന കുറുക്കിയത് എന്നൊക്കെ പറയുന്ന ആ സാധനമൊക്കെ മലയാളിക്ക് പരിചയപ്പെടുത്തി കൊടുത്ത ആ എഴുത്തുകാരനാ. ഇവിടെ തേൻവരിക്ക മുന്നോട്ട് വെക്കുന്നത് അത് തന്നെയാണ്. അയ്യപ്പൻ എന്ന് പറയുന്ന കഥാപാത്രം മണ്ണിനെയും മരങ്ങളെയും സ്നേഹിക്കുകയും ഒരു പ്ലാവ് തൻ്റെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിച്ചു എന്ന് തിരിച്ചറിയുകയും ആ പ്ലാവിനെ മകനെ പോലെ സ്നേഹിക്കുകയും ചെയ്യുന്ന കഥാപാത്രമാണ് അയ്യപ്പൻ. എന്നാൽ അതിൽ നിന്നും തീർത്തും വ്യത്യസ്തനാണ് ആര്? മകനായ സുരേന്ദ്രൻ. അദ്ദേഹം എന്ത് ചെയ്യുന്നു? ആ മരം മുറിച്ച റബ്ബർ വെക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. എന്നാൽ അയ്യപ്പന്റെ ഓർമ്മകളിലൂടെ തെളിയുന്ന ഭാഗത്ത് നമുക്കറിയാം ആ പ്ലാവ് എത്ര തലമുറകളുടെ അന്നദാതാവായിരുന്നു എന്ന്. അവർക്കൊക്കെ അന്നം കൊടുത്തുകൊണ്ട് അവരെയൊക്കെ സംരക്ഷിച്ചു പോന്നുകൊണ്ട് ഒരു കുടുംബത്തിന്റെ വിശപ്പ് മാറ്റിക്കൊടുത്ത ഒരു കൽപ്പവൃക്ഷം. മാത്രമല്ല, ഒരു വൃക്ഷം മണ്ണിനടിയിലുണ്ടെങ്കിൽ ആ ഒരു മണ്ണിൽ വൃക്ഷം വളരുന്നതിന് ചുറ്റുമുള്ള മണ്ണ് എപ്രകാരമായിരിക്കും നമുക്കറിയാം. വളക്കൂറുള്ളതാവും, ജലസംഭരണികളാകും, അല്ലെ? ഒരു മരം, അതിനേക്കാൾ ഉപരി ഒരു മനുഷ്യന്റെ നിലനിൽപ്പിന് ഒരു മരം ചെയ്യുന്ന സംഭാവന എന്തോരുമാണ്. നിങ്ങൾ ബയോളജിയിലോ മറ്റോ പ്രകാശ സംശ്ലേഷണം, ഫോട്ടോസിന്തസിസ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നില്ലേ? അല്ലേ? അവ ലവണങ്ങളും വേരുകളിൽ നിന്ന് ലവണങ്ങളും മറ്റും സ്വീകരിച്ച വെള്ളവും ലവണവും സ്വീകരിച്ച് സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടു കൂടി ഇലകളിൽ നടത്തുന്ന പ്രവർത്തനം. ആ പ്രവർത്തനത്തിന് ആവശ്യമായി അവ സ്വീകരിക്കുന്ന വായു ഏതാണ്? നാം പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവവായുവായ ഓക്സിജൻ നമുക്ക് നൽകുന്ന മഹത്തായ കർമ്മം ചെയ്യുന്ന വൃക്ഷങ്ങൾ. ആ വൃക്ഷങ്ങൾ വെട്ടിക്കളയുമ്പോൾ ആ കുടുംബത്തിന് വരുന്ന വലിയ വിപത്തുകളെ കുറിച്ചാണ് തേൻവരിക്ക മുന്നോട്ട് വെക്കുന്നത്. ആ തേൻവരിക്ക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. ചക്ക വിഭവങ്ങൾ കഴിക്കാത്തവരായിട്ട് മലയാളികൾ ഉണ്ടാവില്ല, അല്ലേ? ചക്ക കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? തെക്കേ പുറത്തെ പ്ലാവും മലോപ്പെ വരിക്ക ചക്കണ്ട്, ആ ചക്കയുടെ കാര്യം അതോർക്കുമ്പോ തേങ്ങിടുന്നോപ്പേ, അല്ലേ? വരിക്കപ്ലാവും വരിക്കച്ചക്കയും പഴഞ്ചക്കയൊന്നും തിന്നാത്തവരുണ്ടാവില്ല. അങ്ങനെയുള്ള മലയാളിയുടെ ഭക്ഷണ വിഭവങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന പാഠമാണ് ഏതാ? തേൻവരിക്ക എന്ന് പറയുന്നത്. ആ തേൻവരിക്ക വെട്ടുന്നതോടുകൂടി ആ കുടുംബത്തിന് വരുന്ന മഹത്തായ അപകടമല്ല, ദയനീയമായ അപകടങ്ങളെ കുറിച്ചുമാണ് ആ പാഠം മുന്നോട്ട് വയ്ക്കുന്നത്, അല്ലേ? അതിനുശേഷം തുടിതാളമല്ലേ, ഒരു പഴയ സംസ്കാരത്തെ കുറിച്ചല്ലേ ഇതും ചർച്ച ചെയ്യുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ള മറ്റൊന്ന് ഏതാണ്? മതിലേരിക്കഞ്ഞി എന്ന് പറയുന്ന പാട്ടാണ്. മതിലേരിക്കഞ്ഞി എന്ന് പറയുന്നത് കവിതയാ. ആരാ മതിലേരിക്കഞ്ഞി? എന്താണ് ഈ പാട്ട് സാഹിത്യം? ഈ പാട്ട് സാഹിത്യം നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താണ്? വടക്കൻ പാട്ട് സംസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ പാട്ട് സംസ്കാരമായി വളർന്നു വന്ന രണ്ടെണ്ണ. ഒന്ന് തെക്കൻ പാട്ടുകളും ഒന്ന് വടക്കൻ പാട്ടുകളും. വടക്കൻ പാട്ടുകളിൽ വീരനായകരെ കുറിച്ചുള്ള പ്രകീർത്തനങ്ങളാണ്, അല്ലെ? അവരെ വാഴ്ത്തിക്കൊണ്ടുള്ള പാട്ടുകളാ. ഉണ്ണിയാർച്ചയെ കുറിച്ച്, തച്ചോളി ഒതേനെ കുറിച്ച്, അതേപോലെ ചതിയനായ ചന്തുവിനെ കുറിച്ച് ഒക്കെയുള്ള പാട്ടുകളാണ് ശരിക്കും വടക്കൻ പാട്ടുകളിലുള്ളതാ, അല്ലേ? വയനാടൻ മഞ്ഞൾ മുറിച്ച പോലെ, എന്താ പറയുക, സൗന്ദര്യ വർണ്ണനയൊക്കെ അങ്ങനെയുള്ള വിഭവങ്ങള് അല്ലെങ്കിൽ വീരനായകരുടെ പ്രകീർത്തനങ്ങളെയൊക്കെ അടക്കം ചെയ്ത കവിതാ രീതിയാണ് വടക്കൻ പാട്ടുകൾ എന്ന് പറയുന്നത്. ആ വടക്കൻ പാട്ടിലെ പ്രധാനപ്പെട്ട ഒരു പെൺ കഥാപാത്രങ്ങളിൽ ഒന്നാണ് മതിലേരിക്കഞ്ഞി. നിങ്ങൾ മതിലേരിക്കഞ്ഞി ആരാ? ചിറക്കൽ വാഴുന്നവരുടെ മകളാ.
16-ാമത്തെ വയസ്സിലാണ് മതിലേരിക്കന്നി വേണാട് രാജാവുമായുള്ള വിവാഹം നടക്കുന്നത്. വിവാഹം കഴിഞ്ഞ രാജാവും മതിലേരിക്കന്നിയൊക്കെ ഒരുമിച്ച് താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് എന്തോ ഒരു അത്യാവശ്യ കാര്യം പറഞ്ഞുകൊണ്ട് രാജാവ് പോവുകയാണ്. വേണാട് സ്വന്തം രാജ്യത്തേക്ക് പോകുന്നു. എന്നാൽ 3 വർഷക്കാലമായിട്ടും രാജാവിനെ തിരിച്ച് ഭാര്യയുടെ അടുത്തേക്ക് കാണുന്നില്ല. ഇത് അറിഞ്ഞ സമയത്ത് മതിലേരിക്കന്നി ആകെ അസ്വസ്ഥയായി. എന്നിട്ട് അച്ഛനോട് പറയാ, അച്ഛാ, എൻ്റെ ഭർത്താവ് പോയിട്ട് ഇനിയും വന്നില്ലല്ലോ, എന്തു ചെയ്യും? കാരണം ഓണപ്പണം, വിഷുപ്പണം ഒക്കെ തരാനുണ്ട്, അതൊന്നും തരാതെ അദ്ദേഹം പോയിരിക്കുകയാണ്. അതിലെന്താണ് അച്ഛാ ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ച സമയത്താണ്, രാജാവ് തന്നെ ചതിച്ചു എന്ന് മകൾ പറഞ്ഞ സമയത്താണ് അച്ഛൻ ഒരു കാര്യം വെളിപ്പെടുത്തുന്നത്. കാരണം എന്താ? രാജാവ് 3 വർഷക്കാലമായി ഒടയനാടും പാണ്ടിപ്പടയും സംയുക്തമായി ചേർന്നുകൊണ്ട് വേണാട് ആക്രമിച്ചു കൊണ്ടിരിക്കുക. രാജാവ് ആ യുദ്ധഭൂമിയിലാ 3 വർഷമായിട്ടും. ഇതൊന്നും ഭാര്യയെ അറിയിക്കാതിരുന്ന എന്തുകൊണ്ടാ? മതിലേരിക്കന്നി വിഷമിക്കരുതെന്ന് കരുതിയിട്ടും, മറ്റൊന്ന് മതിലേരിക്കന്നി തന്നെ തേടി യുദ്ധഭൂമിയിലേക്ക് വരരുതെന്ന് വിചാരിച്ചിട്ടാ. അച്ഛനോട് എല്ലാ കാര്യങ്ങളും രാജാവ് പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ടതോടെ മതിലേരിക്കന്നി ആകെ അസ്വസ്ഥയായി, ദുഃഖിതയായി. കാരണം സത്യം അറിയാതെ രാജാവിനെ കുറ്റപ്പെടുത്തിയില്ലേ, രാജാവ് തന്നെ ചതിച്ചെന്ന് പറഞ്ഞില്ലേ. ഇതൊക്കെ കേട്ടപ്പോൾ മതിലേരിക്കന്നിക്ക് സഹിക്കാൻ വയ്യാത്ത വേദനയായി. ആ വേദന അച്ഛനുമായി പങ്കിടുന്ന ഭാഗമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള കവിത. അതിലെ ഭാഷ തന്നെ നോക്കാം. ഈ വടക്കൻ പാട്ടുകളും തെക്കൻ പാട്ടുകളും എവിടെയും എഴുതി സൂക്ഷിച്ചവയല്ല കേട്ടോ. അത് ഓരോരുത്തർ പാടി 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 നാവോട് നാവ് കൊണ്ട്, നാവോട് നാവും കാതോട് കാതും പ്രചരിപ്പിച്ച പാട്ടുകളെയാണ് നമ്മൾ നാടൻ പാട്ടുകളും വടക്കൻ പാട്ടുകളും ഒക്കെ. അതുകൊണ്ട് തന്നെ അതിൽ പ്രാദേശിക വ്യത്യാസമുണ്ടാകും അല്ലേ. വടക്കൻ പാട്ട് എടുത്ത് നോക്കൂ നിങ്ങൾ. വയനാട് ഭാഗത്ത് പോയി കഴിഞ്ഞാൽ സുന്ദരികളെ വർണ്ണിക്കുമ്പോൾ വയനാടൻ മഞ്ഞൾ മുറിച്ച പോലെ എന്നാണ്. കോഴിക്കോട് ഭാഗങ്ങളിലൊക്കെ, വടകര കോഴിക്കോട് ഭാഗങ്ങളിലൊക്കെയാണ് കരിവീട്ടിയുടെ കാതൽ കടഞ്ഞെടുത്ത പോലെ എന്നാ പുരുഷന്മാരെ വർണ്ണിക്കുന്നത്. അതതാ അവിടെ കിട്ടുന്ന വിഭവങ്ങളും അവിടെയുള്ള ഭാഷാപ്രയോഗങ്ങളും ഒക്കെ കവിതയിൽ വരും. നാടൻ പാട്ടിലൊക്കെ തന്നെ, നാടൻ പാട്ടിലൊക്കെ നിങ്ങൾ എടുത്തു നോക്കൂ. നമ്മളെ സംസാര ഭാഷയിലും കൊച്ചാണ്ടി പാണം കത്തിണമ്മ വയല പൊട്ടിച്ച് അല്ലേ, നമ്മുടെ സംസാരത്തിലുള്ള ഭാഷകളൊക്കെ തന്നെ അവരുടെ പാട്ടിലും ഉണ്ടാകും. ഇവിടെയും നമുക്ക് മതിലേരിക്കന്നിയിലും അത്തരത്തിലുള്ള പ്രാദേശിക ഭാഷയുടെ സമ്മർദ്ദവും സ്വാധീനവും നമുക്ക് കാണാം. അതാണ് അതിലെ മറ്റൊരു പ്രത്യേകതയായി നമ്മൾ കാണേണ്ടത്. എന്തൊക്കെയാണ് നോക്കൂ. നമുക്കൊന്ന് ചൊല്ലിയിട്ട് ഇതൊന്ന് കുറച്ച് ഡീറ്റെയിൽ ആയി പോവാം. നമുക്ക് തിരുവെഴുത്തോലാലത് കണ്ടോണ്ടാരേ കിടുകിടെ പൊട്ടിക്കരഞ്ഞു കന്നി, കണ്ണീരും കയ്യുമായി നിന്നവള് കരഞ്ഞും പറഞ്ഞല്ലോ കുഞ്ഞിക്കന്നി, കനകം നാളേറെ മനം കൊതിച്ച് കരളിനകത്തുള്ള നടുവഴിക്ക് അറിയാതൊരായിരം കുറ്റം കണ്ട് അതിനെന്തുടയോനെ വേണ്ടത് ഞാന്. ഇങ്ങനെ പോവാ. എഴുത്തോല കണ്ട സമയത്ത് കിടുകിടെ പൊട്ടിക്കരയുക, കണ്ണീരും കയ്യായി നിൽക്കുക. അതൊക്കെ എന്താ? ദുഃഖിച്ചിരിക്കുന്നതിനാ നമ്മളെ നാട്ടിൽ പറയുന്ന പദപ്രയോഗങ്ങൾ അല്ലെ, പ്രാദേശിക പദപ്രയോഗങ്ങൾ. അതൊക്കെ നമ്മുടെ ഈ കവിതയിൽ ഉണ്ടെന്നുള്ളതാണ്. സത്യം തിരിച്ചറിയാതെ എൻ്റെ രാജാവിന് ഞാൻ ഒരുപാട് കുറ്റം കണ്ട, അതിന് ഞാൻ എന്താ ദൈവമേ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു. അതിനുശേഷം പറയാണ്, എവിടെയാണ്? എരിപൊരി യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനിവിടെ പട്ടി വിരിച്ച കട്ടിലിരിക്കുന്നു. അവരവിടെ മണ്ണിലും ചോരയിലും അമർന്നിരിക്കുമ്പോൾ ഞാനിവിടെ 7 തട്ട് മാളികയുടെ മുകളിൽ സുഖിച്ച് കഴിയുന്നു. പൊറുക്കുന്നില്ല അച്ഛാ, എന്റെ നെഞ്ച ഇരുമ്പോലെ, ചൂള പോലെ, ഇരുമ്പ് പഴുപ്പിക്കുന്ന ചൂള പോലെ ആയിട്ടുണ്ട്. 16 കഴിഞ്ഞ് 17 18ാമത്തെ വയസ്സിലേക്ക് കടക്കുകയാണ് ഞാൻ. 26 വയസ്സേ ഉള്ളൂ രാജാവിനും. ആ യുദ്ധഭൂമിയിൽ വെച്ച അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ എവിടെ വെച്ചാണ് അച്ഛാ പൊറുക്കുക? അതുകൊണ്ട് നാളെ നേരം വെളുക്കുമ്പോൾ ഞാൻ വേണാട് രാജ്യത്തേക്ക് പോവുകയാണ്. അച്ഛൻ എന്നെ അനുവദിക്കണം. കാരണം അച്ഛന് പടത്തലവനെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ നിങ്ങൾ എവിടെയെങ്കിലും പോയി കുറച്ച് പടത്തലവനെ കൊണ്ടുവരുമെന്നാ രാജാവ് പറഞ്ഞിട്ടുണ്ട്.
അങ്ങനെ പടത്തലവനെയും തേടി അച്ഛൻ കിഴക്ക് മലയോരം കയറണ്ട, ഞാൻ പോയിക്കോളാം. അതിന് കാരണമുണ്ട്. 13-ാമത്തെ വയസ്സിൽ മതിലേരിക്കന്യയെ എല്ലാവിധ അടവും തൊഴിലും പഠിപ്പിച്ച ആണിന്റെ ശൗര്യവും ആണിന്റെ വീര്യവും പെണ്ണിന്റെ അടക്കവും ആണും പെണ്ണുമായി വളർത്തിയതാണ് കന്യയെ. അതുകൊണ്ട് ഞാൻ പോയി വിജയം കൈവരിച്ചു വരാം അല്ലേ. എന്നാൽ പിന്നീട് അങ്ങോട്ട് കന്യ യുദ്ധത്തിന് പോവുകയും അവിടെ വെച്ച് കൊല്ലപ്പെടുകയൊക്കെ ചെയ്യുന്നതാണ് കഥയുടെ അവസാനം. അത് പക്ഷെ നമുക്ക് പഠിക്കാനില്ല. ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആണായും 13-ാമത്തെ വയസ്സിൽ പയറ്റി തെളിഞ്ഞ് പണിക്കാരിയാക്കി ആണായും പെണ്ണായും അച്ഛൻ പോറ്റി. 12-ാം നൂറ്റാണ്ട്, അതായത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ സ്വന്തം മകളെ എന്താ പറയാ സെൽഫ് ഡിഫെൻസ് അല്ലെ സ്വയം രക്ഷ എന്ന് പറയുന്ന ഒരു മഹത്തരമായ കർമ്മം ഓരോ കുട്ടികളെയും പഠിപ്പിച്ചിരുന്നു. ചിറക്കൽ വാഴുന്നവൻ തൻ്റെ മകൾക്ക് 13-ാമത്തെ വയസ്സ് മുതൽ എല്ലാ അംഗവും പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് നിരന്തരം വേട്ടയാടപ്പെടുന്ന സ്ത്രീ സമൂഹവും ഇത്തരത്തിലെ ഓരോ പെൺകുട്ടിയും ഇത്തരത്തിലുള്ള ഓരോ കഴിവുകൾ, അല്ലെങ്കിൽ മതിലേരിക്കന്യയുടെ പിതാവ് ഇന്ന് പെൺമക്കളുള്ള രക്ഷിതാക്കൾക്ക് നൽകുന്ന പാഠം എന്താണ്? വിമർശനാത്മകമായി ചൂണ്ടിക്കാണിക്കുക. ഇങ്ങനെ ഒരു ചോദ്യവും മക്കൾക്കുണ്ടാകും. ഇതാണ് ആ യൂണിറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. തുടിതാളം തേടി എന്ന് പറയുന്ന യൂണിറ്റിന്റെ പ്രത്യേകത ഇത്രയുമാണ് നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. അപ്പൊ 2 യൂണിറ്റിനെ കുറിച്ചും പൊതുവായൊരു ധാരണ നിങ്ങൾക്കുണ്ടായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇന്നിവിടെ ഈ യൂണിറ്റ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വാസത്തോടെ നമുക്ക് നിർത്താം അല്ലേ.